ഹായ് മക്കളെ, വെൽക്കം ടു ക്ലാസ് ഓറ. നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിനകത്ത് എക്സസൈസ് 2.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഈ മോഡൽ എല്ലാ ക്വസ്റ്റ്യനും ലെവൽ 1-നകത്ത് ഓരോരോ പാർട്ടുകളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ലെവൽ 1 പഠിച്ചതിന് ശേഷം മാത്രമേ ലെവൽ 2 നിങ്ങൾ പഠിക്കാൻ പോകുള്ളൂ കേട്ടോ. ഇവിടെ എന്താണ് ഫോർമുല? നമുക്ക് ഇഫ് x/3 + 1, y-2/3 = 5/3 ആൻഡ് 1/3 ആണ് ഇവിടെ തന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫൈൻഡ് എക്സ് ആൻഡ് വൈ കണ്ടുപിടിക്കണം. എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചാൽ നമുക്കറിയാം എക്സ് വൈ രണ്ട് കോർഡിനേറ്റാണ് തന്നേക്കണമെങ്കിൽ എക്സ് വൈ എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് = AB ആണെങ്കിൽ നമ്മുടെ റൂൾ അനുസരിച്ച് എന്ത് നമുക്ക് കൊടുക്കാം? എക്സ് = A ആയിരിക്കും, വൈ = B ആയിരിക്കും. അതായത് നമ്മൾ രണ്ട് കോർഡിനേറ്റ്സുകൾ പറയുമ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം ആൻഡ് വൈ കോർഡിനേറ്റ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ കോർഡിനേറ്റിൻ്റെ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എക്സ് വൈ എന്ന കോർഡിനേറ്റാണ്, ഇത് AB എന്ന് പറഞ്ഞ കോർഡിനേറ്റ് ആണെങ്കിൽ ഈ എക്സ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? എയോട് ഈക്വൽ ആയിരിക്കും. വൈ എന്തിനോട് ഈക്വൽ ആയിരിക്കും? ബിയോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എക്സ് എയോട് ഈക്വലാണ്, വൈ ബിയോട് ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നേക്കണ ഇക്വേഷനിൽ എങ്ങനെ വരും നോക്കിക്കേ. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. x/3 + 1, y-2/3 = 5/3, 1/3 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? ഈ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് x/3 + 1 = 5/3 വരും. ഇത് നേരെ LCM കണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ x+3 / 3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് = 5/3 വരും. ഈ 3യും 3യും ക്യാൻസലായി പോകും. അപ്പോൾ നമ്മുടെ ആൻസർ x+3 എന്ന് പറഞ്ഞാൽ 5 വരും. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഈ 3 നേരെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് വരും? 5 - 3 വരും. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ നമുക്ക് 2 എന്ന് കിട്ടും. ഇനി ഇതേപോലെ സെയിം നമ്മൾ വൈ കോർഡിനേറ്റ് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ഈ വൈ കോർഡിനേറ്റ് ഏതിനോട് ഈക്വലാണ്? 1/3 ഈക്വലാണ്. അപ്പോൾ നമ്മുടെ y-2/3 = നമുക്ക് എന്ത് വരും? 1/3 വരും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട വൈ അവിടെ നിർത്തി കഴിയുമ്പോൾ ഇത് നേരെ ഇപ്പുറത്തേക്ക് പോകണം. അപ്പോൾ 1/3 ആവും. ഈ -2/3 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായി മക്കളെ? +2/3 ആയി. അപ്പോൾ ഇവിടെ LCM എന്ന് പറഞ്ഞാൽ 3 ആയി, 1 + 2 ആയി. അപ്പോൾ ആൻസർ 3/3, ആൻസർ നമുക്ക് 1 വരും. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. എക്സിൻ്റെ വാല്യൂ നമുക്ക് 2 കിട്ടി. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ലെവൽ 1-നകത്ത് ധാരാളം ക്വസ്റ്റ്യൻ ഒരുപോലെയുള്ളത് ചെയ്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ലെവൽ 2 ചെയ്യാമുള്ളൂ കേട്ടോ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിളോടെ ചെയ്ത് കാണിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിൾ ഓഫ് 1. ഇവിടെ നമുക്ക് തന്നേക്കണം s+1 y-2 / 3 = 5 ആൻഡ് 4. ഇവിടെ രണ്ട് കോർഡിനേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് x+1 y-2/3 = 5, 4. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എക്സ് ആൻഡ് വൈ കണ്ടുപിടിക്കണം. എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കറിയാം കോർഡിനേറ്റിൻ്റെ റൂൾ അനുസരിച്ച് രണ്ടും ഇക്വേറ്റ് ചെയ്യാം അല്ലേ? ഈ s+1 എന്തിനോട് ഈക്വൽ ആയിരിക്കും? 5-നോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ s+1 = 5 ആയിരിക്കും. അപ്പോൾ എക്സ് = എന്ത് കൊടുക്കാം? 5 - 1 വരും. നമുക്ക് 4 കിട്ടും. അതായത് നമ്മൾ ഒന്നാമത്തെ കോർഡിനേറ്റ് s+1 എന്ന് പറയുന്നത് ഏതിനോട് ഇക്വേറ്റ് ചെയ്യണം? 5-നോട് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ 1 ഇപ്പുറത്തേക്ക് പോയി കഴിയുമ്പോൾ 5 - 1 വരും. 5 - 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. നമ്മുടെ ഒന്നാമത്തെ ആൻസറായി. രണ്ടാമത്തെ കോർഡിനേറ്റ് ഏത് ഇക്വേറ്റ് ചെയ്യണം? y-2/3 = 4-നോട് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇതിനകത്ത് നിന്ന് y എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 3 നേരെ ഈ 3 നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ y-2 = 3 × 4 വരും. 3 × 4 എന്ന് പറഞ്ഞാൽ 12 അല്ലേ? അപ്പോൾ നമുക്ക് 12 കിട്ടും. അപ്പോൾ y-2 = 12 ആണ്. അങ്ങനെയാണെങ്കിൽ y എന്ന് പറഞ്ഞാൽ എന്താ? ഈ 2 ഇക്വേഷൻ്റെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് വരും? 12 + 2 വരും. അപ്പോൾ ആൻസർ ഈസ് 14 വരും. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ നമുക്ക് 4 കിട്ടും, വൈയുടെ വാല്യൂ നമുക്ക് 14 കിട്ടും. അനദർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. x/3, y-1/2 = 1/5, 1 ആണെന്ന് വെച്ചോ. കോർഡിനേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് x/3, y-1/2 = 1/5, 1 ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് കോർഡിനേറ്റിൻ്റെ ആദ്യത്തെ എക്സ് കോർഡിനേറ്റ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഈ x/3 എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാണ്? 1/5-നോട് ഈക്വലാണ്. അപ്പോൾ നമുക്ക് x/3 = ഈ 1/5 ഇതും തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം.
അപ്പോൾ ഇവിടെ നേരെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ 5നെ നേരെ തിരിച്ച് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 3യെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഈക്വൽ ടു ഇത് നേരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/5 വരും. ഇനി രണ്ടാമത്തെ നോക്കാം, നമ്മൾ ഏതാണ്? y-1/2 ഈക്വൽ ടു 1നോട് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ രണ്ടാമത് വരുമ്പോൾ y-1/2 ഈക്വൽ ടു 1 വരും. നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y-1 ഈക്വൽ ടു 2 വരും. കാരണം 1 × 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഈ -1 ഇപ്പുറത്തേക്ക് പോയി കഴിയുമ്പോൾ എന്താവും? -1 അപ്പുറത്തേക്ക് പോകുമ്പോൾ +2 ആവും. അപ്പോൾ നമ്മുടെ അടുത്ത ആൻസറായി 2 + 1 വരും. അപ്പോൾ ആൻസർ 3 വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3/5ഉം വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ വൈയുടെ വാല്യൂവും കിട്ടും. ക്ലിയർ ആയല്ലോ?